ഈ ഉത്തുബത്തൊക്കെ ഖുറൈശികളെ പ്രതിനിധിയായിട്ട് റസൂലുള്ളാഹിനെ കാണാൻ വന്നിരുന്നു. റസൂലുള്ളാഹിക്ക് പല നിലക്കുള്ള പ്രകോപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ ഖുറൈശികളൊക്കെ പാടെ അബൂജഹൽ അടക്കം വന്നുകൊണ്ട് അബൂ താലിബിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കരുത്, ഞങ്ങൾക്ക് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം, പക്ഷേ ഈ ഞങ്ങൾ ദൈവങ്ങൾ പറയുന്ന പരിപാടി നിർത്തി വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അബൂ താലിബ് കുടുങ്ങിയില്ല. അബൂ താലിബ് വിളിച്ചു റസൂലുള്ളാഹിനെ. വിളിച്ചിട്ട് ഈ ആളുകളുടെ നിർദ്ദേശം പറഞ്ഞു. നമ്മുടെ മാന്യന്മാരാണ്, നാട്ടിൻ്റെ പ്രമുഖരാണ്, വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, മോനതൊന്ന് സഹകരിച്ചൂടെ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു. അല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പം നബിതങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? എൻ്റെ വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമല്ല. ഒന്നിരിക്കൽ ഈ ഉദ്യമമായിട്ട് ഞാൻ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ആ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെടും. വേറെ വർത്താനല്ല പറഞ്ഞു. അതിൽ അബൂ താലിബ് പറഞ്ഞു, ആയിക്കോട്ടെ പാൻകുട്ടി, അങ്ങനെ തന്നെ പോയാൽ മതി, ആരും തൊടൂല എന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഒരു പ്രലോഭനമായിട്ട് വന്നു. ഞാൻ ഉത്തുബത്തിനാണ് പറഞ്ഞത്. ഈ ഉത്തുബത്ത് ഭയങ്കര ബുദ്ധിമാനായിരുന്നു. ഉത്തുബത്ത് ഇങ്ങനെ വന്നിട്ട് റസൂലുള്ളാഹിനോട് ഇങ്ങനെ നല്ല മയത്തിൽ പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം, ഏത് ജാതി സുന്ദരികൾ ഞങ്ങൾ കെട്ടിച്ച് തരാം, അധികാരം വേണമെങ്കിൽ തരാം, എന്നാലും ഈ പരിപാടി നിർത്തണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഒരു ഖുർആൻ്റെ ഒരു സൂറത്ത് അങ്ങോട്ട് ഓതി കൊടുത്തു. അതാണ്ട് ഓതി കൊടുത്തതിൽ ഇയാൾക്ക് അത് സത്യം എന്നാണ് തോന്നി. ഖുറൈശികളുടെ അടുത്ത് എന്നാണ്ട് ഉത്തുബത്ത് പറഞ്ഞു, നമ്മളെ ഇതിനെ എതിർക്കാൻ നിൽക്കണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ, വിജയിക്കുകയാണെങ്കിൽ മുഹമ്മദ് നമ്മളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ബാക്കിയല്ലേ, ആ ഇസ്സത്ത് നമുക്ക് തന്നെ ഇക്കാരം, അല്ലെങ്കിൽ ആരാ ചെയ്യൂ, നമ്മളതിനെ എതിർക്കാൻ പോകണ്ടെന്ന് ഇയാൾ ആര്? ആ ഉത്തുബത്ത്. ആ ഉത്തുബത്ത് ബദറിൽ കൊല്ലപ്പെട്ട ചരിത്രമൊക്കെ ഉണ്ട്.